ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണ്. അതുകൊണ്ട് സങ്കടം ഇവിടെ പാടില്ല. ആരും സങ്കടത്തോടെ ഇരിക്കരുത്. ഞാൻ എപ്പോഴും എൻ്റെ സ്പീച്ചിൻ്റെ മുമ്പിൽ പറയാൻ വേണ്ടി പറയുന്നതില്ല. അതൊരു വിശ്വാസമാണ്, നമ്മുടെ വിശ്വാസ പ്രഖ്യാപനമാണ്. നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലാണ്. എൻ്റെ പ്രശ്നത്തിൻ്റെ എല്ലാ ഉത്തരം തീർക്കാൻ കഴിവുള്ളവനാണ് എൻ്റെ ദൈവം. എൻ്റെ അമ്മ എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ദൈവമായിട്ട് സ്വകാര്യ ബന്ധം ഉണ്ടാക്കി തരാനാണ്. സങ്കീർത്തനം 105:3 അത് പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം ആണെന്നുള്ള ഒരു ബോധ്യത്തിൽ സന്തോഷമായിരിക്കാൻ. നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാണ്. ഉടമ്പടി വഴി ഉടമ്പടി എടുക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാകാനാണ്. അകന്നിരുന്ന നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ആയിരിക്കുക. അതെപ്പോഴും ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണ്. അപ്പോൾ സ്വന്തം ആണെങ്കിൽ എന്ത് കരുതലുണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിച്ചു. നിങ്ങളുടെ സ്വന്തം മക്കളോട്, കൊച്ചിനോട് എന്ത് തിരക്കാണെങ്കിലും നിങ്ങളുടെ നോട്ടം കൊച്ചെവിടെ പോണ്, എന്ത് ചെയ്യുന്നു, അതായിരിക്കും. അതുപോലെ ദൈവം നമ്മൾ ഓരോരുത്തരെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. കരുതലുണ്ട്. അത് ബോധ്യമില്ലാത്തതുകൊണ്ടാണ് നമുക്കറിയുന്നത്, പേടിക്കുന്നത്. പേടി എന്ന് പറയുന്നത് വിശ്വാസത്തിന് എതിരെയുള്ളതാണ്. അപ്പോൾ വിശ്വാസം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ പേടി ഉണ്ടാകില്ല. അപ്പോൾ ഈ ദൈവം ആഗ്രഹിക്കുന്നത് യോഹന്നാൻ 6:28 ജനങ്ങൾ ഈശോടുത്ത് ചോദിക്കും, ദൈവം എന്താ ഞങ്ങളെ ഇരുന്ന് ആഗ്രഹിക്കുന്നതെന്ന്. അപ്പോൾ യോഹന്നാൻ 6:29 ഈശോ പറയുന്നത് അയച്ചവനിൽ വിശ്വസിക്കുക എന്ന് വെച്ചാൽ ഈശോയിൽ വിശ്വസിക്കുക. ഈശോനെ അറിയുന്നതാണ് നിത്യജീവൻ. യോഹന്നാൻ 17:3. അപ്പോൾ വിശ്വാസവും അറിയുന്നതും എന്താണ് വിശ്വാസം? ഈശോയെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ഭാര്യയെ വിശ്വസിക്കുക, ഭർത്താവിനെ വിശ്വസിക്കുക, മക്കളെ വിശ്വസിക്കുക. അപ്പോൾ വിശ്വാസം എന്താണ് യഥാർത്ഥത്തിൽ? ഭാര്യ എങ്ങനെയാണ് വിശ്വസിക്കുക? ഭർത്താവിനെ എങ്ങനെയാണ് വിശ്വസിക്കുക? സ്നേഹമാണ് വിശ്വാസം. ഞാൻ ഭാര്യയെ സ്നേഹിക്കുക, ഭർത്താവിനെ സ്നേഹിക്കുക. സ്നേഹമുള്ള സ്ഥലത്ത് അവിടെ സംശയമില്ല. സ്നേഹം കുറയുമ്പോഴാണ് ഈ സംശയമൊക്കെ വരുന്നത്. അപ്പോൾ ഈശോയിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക, എപ്പോഴും സ്നേഹിക്കുക. എങ്ങനെയാണ് സ്നേഹിക്കുക ഈശോനെ? നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, വിശ്വാസമുണ്ടോ? എല്ലാവരും ഉത്തരം പറയാതെ എനിക്ക് വിശ്വാസമാണ്. എങ്ങനെയാണ് വിശ്വസിക്കുക? വിശ്വാസമുണ്ട്, ഈശോ ഉണ്ടെന്ന് വിശ്വാസമുണ്ട്, ചോദിച്ചാലൊക്കെ തരും. അതാണ് പലവരും ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് എങ്ങനെയാണ്? ചോദിക്കുന്നതൊക്കെ തരും. അതില്ല, അത് സ്വാർത്ഥതയല്ലേ. അപ്പോൾ ചോദിച്ചത് തന്നില്ലെങ്കിൽ ആ വിശ്വാസം പോകില്ലേ? തന്നാലും തന്നില്ലെങ്കിലും സ്നേഹിക്കാൻ പറ്റുന്നവനാണ്. അതാണ് അറിയുന്നത്. അതെങ്ങനെ അറിയുക? ഈശോവിന് നമ്മളോടുള്ള സ്നേഹം അറിയുക. അതിൻ്റെ അടയാളമാണ് കുരിശ് മരണം. ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്. 1 കൊരിന്ത്യർ 7:23 ഞാൻ നിങ്ങളെ വില കൊടുത്ത് വാങ്ങിച്ചിരിക്കുക. വില എന്താണ്? ജീവൻ, രക്തവും വില കൊടുത്തിരിക്കുക. അപ്പോൾ അത്രയ്ക്ക് സ്നേഹിക്കുക, ജീവനേക്കാളും കൂടുതൽ സ്നേഹിക്കുക. അതാണ് ഈശോനെ അറിയുന്നത്. ആ അറിവ് നമുക്ക് നിത്യ ജീവനെ തരും. ഉടമ്പടിയിലുള്ളവർ ഈശോയുടെ സ്വന്തം ആകുമ്പോൾ ഈശോനെ സ്നേഹിക്കണം. നമുക്ക് ആഗ്രഹമുണ്ട്, സ്നേഹിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? ഈശോനെ എങ്ങനെയാണ് സ്നേഹിക്കാൻ പറ്റുക? അതാണ് ഉടമ്പടിയിൽ കാരുണ്യ പ്രവൃത്തി. ഈശോ പറഞ്ഞത് ചെയ്തുകൊണ്ടാണ് സ്നേഹിക്കുന്നത്. ഈശോ അവൻ പറയുന്നത് ചെയ്യുക. അത് അനുസരണയാണ് സ്നേഹം. സ്നേഹമുള്ള സ്ഥലത്ത് അനുസരണ ഉണ്ടാകും. ഒരു ആത്മാപോലും നഷ്ടപ്പെട്ടു പോകരുത്. എൻ്റെ വിശ്വാസം, എന്നോടുള്ള വിശ്വാസം ലോകമെല്ലാം നിങ്ങൾ കൈമാറുക. പക്ഷെ അത് എല്ലാം ചെയ്യണമെങ്കിൽ അതിന് സ്നേഹം ഉണ്ടാകണം. ഈ പ്രവൃത്തി ചെയ്യണമെങ്കിൽ ഒരു സ്നേഹം ഉണ്ടാകണം. സ്നേഹം വരുന്നതിൻ്റെ ഒരു ടെക്നിക്കുണ്ട്. അത് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. സ്നേഹിക്കുന്നവരെ നമ്മൾ ഓർക്കും, എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും. അവർ കൺമുമ്പിൽ കണ്ടില്ലെങ്കിലും അവരുടെ പ്രവൃത്തിയും അവരെക്കുറിച്ച് ഓർമ്മയും ഉണ്ടാവും. ഈ സ്നേഹിക്കുന്ന പിള്ളേരോട് ചോദിച്ചാൽ അവരെപ്പോഴും സ്വപ്നലോകത്തായിരിക്കും. എപ്പോഴും അവനെക്കുറിച്ചോ അവളെക്കുറിച്ചോ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. സംസാരിച്ച കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ, മുഖമോർക്കും. അപ്പം ഈശോനെ നമുക്ക് എപ്പോഴും ഓർക്കാം. എന്താ ഓർക്കാനുള്ളത്? ഓർക്കുന്നത് എപ്പോഴും കുരിശിനെ ധ്യാനിക്കണം. അപ്പോൾ സ്നേഹം നിറയും. കുരിശ് മരണം വഴിയാണ് ദൈവം ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹം തന്നത്. അപ്പോൾ അത് ധ്യാനിക്കുക. എനിക്ക് വേണ്ടിയിട്ടാണ് മരിച്ചത്. ഈ ലോകത്തിന് വേണ്ടിയിട്ട് ഉള്ള കാര്യമൊക്കെ പിന്നെ, പ്രത്യേകിച്ച് എനിക്ക് വേണ്ടിയിട്ട്. അത് ഞാൻ പാപിയായി ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് വേണ്ടി മരിച്ചതാണ് ഈശോ. ഉടമ്പടിയിലുള്ള മക്കൾ എപ്പോഴും ആ ഒരു ബോധ്യം ഉണ്ടാകണം. എന്നെ ദൈവം സ്നേഹിച്ചുകൊണ്ടാണ് എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചത്. ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്നെ സ്വന്തമാക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഞാൻ എന്ത് അവസ്ഥയിലാണെങ്കിലും
എനിക്ക് യോഗ്യത ഇല്ലെങ്കിൽ പോലും, എനിക്ക് യോഗ്യതയില്ല, നമുക്കൊന്നും യോഗ്യതയേ ഇല്ല, എന്നാലും ദൈവം എന്നെ വില കൊടുത്ത് വാങ്ങിച്ചിരിക്കുക. ആ ഒരു ബോധ്യം എപ്പോഴും ഉണ്ടാകണം. അങ്ങനെ ഒരു ബോധ്യമുള്ളപ്പോൾ ദൈവത്തെ നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു വാഗ്ദാനം കിടപ്പുണ്ട്. സങ്കീർത്തനം 16:11 നീ എന്നെ ഓർക്കുമ്പോൾ ഞാൻ അവിടെ വന്ന് എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും, ഞാൻ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വേറെ ആരെ ഓർത്താലും അവിടെ അവരുടെ സാന്നിധ്യം ഉണ്ടാവില്ല, ഓർമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ. മരിച്ചുപോയ അമ്മയോ അച്ഛനെയോ ഇവിടെ ഇല്ലാത്തൊരു ദുബായിലുള്ളവരോ കനഡയിലുള്ളവരൊക്കെ നിങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ അവരുടെ ഓർമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ, സാന്നിധ്യം ഉണ്ടാകില്ല. പക്ഷേ ഈശോയുടെ വാഗ്ദാനമുണ്ട്, എന്നെ നിങ്ങൾ ഓർക്കുമ്പോൾ, ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ബലിയെ ഓർക്കുമ്പോൾ, ത്യാഗം ഓർക്കുമ്പോൾ, അതാ ത്യാഗം. സ്നേഹം എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ടാകും? അവിടെ ഒരു വേദന ഉണ്ടാകും, വേദന ബാക്കി വരും. നിങ്ങൾ ഭർത്താവിനെയോ മക്കളെയോ സ്നേഹിച്ചാൽ നിങ്ങളുടെ വേദന ബാക്കി ഉണ്ടാകണം. അതാണ് സ്നേഹം. വേദന ഏറ്റെടുക്കാതെ ഒരാളെയും സ്നേഹിക്കാൻ സാധിക്കില്ല. ഭർത്താവിനെ സ്നേഹിക്കാമെന്ന് പറഞ്ഞാൽ ഭർത്താവിനെ കൊണ്ട് നമുക്ക് കിട്ടുന്ന സഹനങ്ങൾ ഏറ്റെടുക്കുക, അത് ബാക്കി ഉണ്ടാകണം. ഈശോ നമ്മളെ സ്നേഹിച്ചപ്പോഴത്തേക്കും ഈശോയുടെ രക്തം വേദനയാണ് ഈശോയ്ക്ക് കിട്ടിയത്, ബാക്കി കിട്ടിയത് ലാഭം. അപ്പോൾ അത് തന്നെയാണ് കൃപ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ഓർക്കുമ്പോഴത്തേക്കും അത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ എപ്പോഴും സന്തോഷം ഉണ്ടാകും. 16:11 അതാ, എൻ്റെ സാന്നിധ്യത്തിൽ എപ്പോഴും നിങ്ങൾക്ക് സന്തോഷവും ആനന്ദമായിരിക്കും. പിന്നെ പ്രസൻസിൽ അത് ദൈവത്തിൻ്റെ സാന്നിധ്യം എങ്ങനെയാണ് ഉണ്ടാകാമെന്ന് വെച്ചാൽ, ഓർക്കുമ്പോൾ സാന്നിധ്യം ഉണ്ടാകുന്നത് അത് പുറപ്പാട് 20:24 നീ എന്നെ ഓർക്കുമ്പോൾ അവിടെ ഞാൻ വന്ന് എന്നെ അനുഗ്രഹിക്കും, അവിടെ ഞാൻ വന്ന് അനുഗ്രഹിക്കും. അപ്പോൾ അത് എപ്പോഴും അതുകൊണ്ടാണ് ഓർക്കണമെന്ന് പറയണം. ഏത് സമയത്തും വചനം. ഈശോ പറഞ്ഞാൽ എന്താ, എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ, ഇതുപോലത്തെ ഒരു വിഷമ സാഹചര്യത്തിൽ എനിക്ക് തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല, അപ്പോൾ ഈശോ പറഞ്ഞെന്താ, എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി ജീവൻ തന്ന ദൈവം പറഞ്ഞതെന്താ. അതുകൊണ്ട് ആ ഉടമ്പടിയിൽ 1/2 മണിക്കൂർ നമ്മൾ ബൈബിൾ വായിക്കണം, അത് ധ്യാനിക്കണം. അതെല്ലാം നിങ്ങളോട് ഈശോ സംസാരിക്കുക, നിങ്ങളോട് മാത്രമാണ്, എന്നോട് മാത്രമാണ് ഈശോ സംസാരിക്കണമെന്ന് ആ ഒരു ബോധ്യത്തിലാണ്. ഓരോ വാക്കും വിശ്വാസത്തോടെ അത് വായിച്ചു കഴിഞ്ഞാൽ, ബൈബിൾ കൈവച്ച് വായിച്ചു കഴിഞ്ഞാൽ ചൂടറിയാൻ സാധിക്കും. ജീവനുള്ള വചനമാണ്, ദൈവവചനമല്ലേ. നിങ്ങൾ അങ്ങനെയൊക്കെ നോക്കണം ദൈവത്തിനെ. ഞാൻ പണ്ടൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ജ്ഞാനസ്ഥാനം എടുക്കുന്നതിന് മുമ്പ് മാതാവിൻ്റെ രൂപത്തിന് ഗ്രോട്ടോടെ മുമ്പിൽ പോയിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇങ്ങനെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും, രാത്രി എല്ലാം ഇങ്ങനെ നോക്കിയിരിക്കും. ഇപ്പോൾ കണ്ണ് തുറക്കും, അമ്മ എന്നോട് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട്. ആ ഒരു വിശ്വാസം വേണം. എനിക്കറിയില്ല, പ്രാർത്ഥനയൊന്നും അന്നറിയില്ല, നന്മ നിറഞ്ഞ മരിയുമ്പോൾ അറിയാത്ത കാലത്ത് ഇങ്ങനെ നോക്കി രാത്രി എണിച്ചിട്ട് ഒരു ചെറിയ രൂപം വെച്ചിട്ട് വീട്ടിലുണ്ടാകും, പ്രാർത്ഥന അറിയില്ല, ഇങ്ങനെ നോക്കി നിൽക്കും. ഇപ്പം വരും, ഇപ്പം പ്രത്യക്ഷപ്പെടും എന്ന് പറഞ്ഞു. അതൊക്കെയാണ് സ്നേഹം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വചനം നിങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ ശ്വാസം അനുഭവപ്പെടും നമുക്ക്. ഇത് ദൈവമില്ല സംസാരിക്കുന്നത്, നിങ്ങൾ വായിക്കുമ്പോൾ അത് നിങ്ങൾക്ക് അനുഭവം കിട്ടും. നിങ്ങളോട് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ദൈവം നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി, ദൈവം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകും. അത് വാഗ്ദാനമാണ് ദൈവത്തിൻ്റെ. പുറപ്പാട് 20:24 ദൈവം പറയുകയാണ്, എന്നെ ഓർക്കുമ്പോൾ ഞാൻ അവിടെ വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. അങ്ങനെയാണ് ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ബോധ്യമില്ലാതെ ഉണ്ടെങ്കിൽ ദൈവത്തെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. എന്തിങ്ങനെ പ്രാർത്ഥിച്ചാലും നമ്മൾ കുറേ പ്രാർത്ഥിക്കുന്നുണ്ട്, കുറേ ഈ ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രാർത്ഥനയൊക്കെ. വിശ്വാസപ്രമാണം ചൊല്ലാണെങ്കിൽ അങ്ങോട്ട് തുടങ്ങി അവസാനിക്കണം, ഇടയ്ക്ക് നിന്ന് പോയാൽ പിന്നെ ഒന്നുതൊട്ടേ തുടങ്ങാൻ സാധിക്കും. അത് കാര്യം എന്താ, ബോധ്യമില്ലാത്തതുകൊണ്ടാണ്. ഏറ്റവും വലിയ പ്രാർത്ഥന സ്വർഗ്ഗസ്ഥനായ പിതാവല്ലേ, ഈശോ തന്നെ നേരിട്ട് പഠിപ്പിച്ച പ്രാർത്ഥനയല്ലേ. ആ പ്രാർത്ഥനയ്ക്കകത്ത് എല്ലാം ഉണ്ട്. ദൈവം നമുക്ക് തന്ന സമ്മാനം എല്ലാം ഉണ്ട്. ഈ പിതാവ് നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനം, 2 സമ്മാനം, ഒന്ന് ഈശോനെയും ഒന്ന് പരിശുദ്ധാത്മാവിനെയാണ്. ഈശോ നമുക്ക് തന്ന സമ്മാനം നമുക്ക് നിത്യജീവൻ മാതാവിനെയുമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സഹായിക്കാൻ മാതാവിനെയും തന്ന് കുരിശിൽ വെച്ച് നിത്യജീവന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി പരിഹാരം ചെയ്ത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പിതാവ് ഈശോ എപ്പോഴും പറയുന്നുണ്ട്, ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ എനിക്കൊരു സഹായകനെ അയക്കും, അത് പരിശുദ്ധാത്മാവിനാണ്. അപ്പോൾ ഇത് ഈ പ്രാർത്ഥന നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മളെല്ലാം സ്വർഗ്ഗസ്ഥനായ പിതാവ് ചൊല്ലാൻ ഒരു 30 സെക്കൻഡ് വേണ്ട, 25 സെക്കൻഡ് മതി. നമ്മൾ അങ്ങോട്ട് തീർക്കുകയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയും സ്വർഗ്ഗസ്ഥനായ പിതാവെയാണ്. ജപമാലയ്ക്ക് മുമ്പ് ജപമാലയോടെയും എല്ലാപ്പോഴും നമ്മൾ ചൊല്ലുന്നതാണ്. പക്ഷേ നമുക്ക് ആ ബോധ്യമില്ല, അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. നമ്മൾ ഇന്ന് അതിനെ ധ്യാനിക്കണേ, കുറച്ച് സമയം എടുക്കുള്ളൂ, 10-25 മിനിറ്റ്, 5 മിനിറ്റ് കഴിഞ്ഞ് അത്രയും. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിലെന്താ കാര്യമെന്ന് വെച്ചാൽ, ഇതിൽ ഈ ലോകത്ത് ദൈവം നമ്മൾ കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളെ സൃഷ്ടിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ മക്കൾ ജോലിയെടുത്ത് ദൈവത്തിന് കൊണ്ടുപോയി കൊടുക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമില്ല. ദൈവം നമുക്ക് വേണ്ടി ജോലി എടുത്തിട്ടുണ്ട്. എൻ്റെ മക്കൾ ഒരിക്കലും കഷ്ടപ്പെടരുത്, എല്ലാം അവർക്ക് കിട്ടും. നിങ്ങൾക്കുള്ള എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരം അവിടെ ഇരുന്ന് നൽകിയിരിക്കുകയാണ്.
ഇതെങ്ങനെ സാധിക്കുമെന്ന് അമ്മ ചോദിച്ചത് നമുക്ക് വേണ്ടിയാണ് ചോദിച്ചത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരു ചോദ്യം വരും, ദൈവമേ ഇതെല്ലാം എങ്ങനെ സാധിക്കും, ഇതെല്ലാം എങ്ങനെ സാധിക്കും, ഞാൻ നിന്നിൽ വിശ്വസിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് ഇതെല്ലാം എങ്ങനെ സാധിക്കും? അപ്പോൾ അന്ന് ദൈവം പറയിപ്പിച്ചതാണ്, പരിശുദ്ധാത്മാവ് നിന്നിൽ വരുമ്പോൾ ഇതെല്ലാം സാധ്യമാവും. 1:35 ലൂക്ക 1:35 പരിശുദ്ധാത്മാവ് നിന്നിൽ വരുമ്പോൾ ഇതെല്ലാം സാധ്യമാവും. അപ്പോൾ ആ ഒരു ബോധ്യമാണ്. ഇതെങ്ങനെ സാധിക്കും? ഡോക്ടർ കൈവിട്ടല്ലോ, എനിക്കാണെങ്കിൽ ഒരു വരുമാനമില്ല, സ്വന്തം വീട് വാടക കൊടുക്കാൻ പോലും കാശില്ല, ഞാൻ എങ്ങനെയാണ് വീട് വെക്കുന്നത്, ഇതെങ്ങനെ സാധിക്കും? പരിശുദ്ധാത്മാവിന് എന്നിൽ വരുമ്പോൾ ഇതെല്ലാം സാധിക്കും. അതാണ് നിങ്ങൾ ഉടമ്പടിയിലാകുമ്പോൾ ദൈവം നിങ്ങളെ പ്രവർത്തിക്കുന്ന നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് നമുക്ക് സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഇത് ഈ പ്രാർത്ഥന ബോധ്യത്തോടെ ചൊല്ലാൻ, ഇത് ചൊല്ലണമെങ്കിൽ ബോധ്യത്തോടെ ചൊല്ലെങ്കിൽ 1 മണിക്കൂർ എടുക്കും. ഈ പ്രാർത്ഥന ചൊല്ലാൻ നമുക്കൊക്കെ 30 സെക്കൻഡ് 15-25 സെക്കൻഡിൽ നമ്മൾ ചൊല്ലി തീർക്കുകയാണ്. അപ്പോൾ എപ്പോഴും ആ ബോധ്യമില്ലാതെ ചൊല്ലുന്നതുകൊണ്ടാണ് നമുക്ക് അനുഭവം കിട്ടാത്തത്. പലപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരു തൃപ്തിയില്ല, ചൊല്ലി എന്തോ ചൊല്ലി, നന്മ നിറഞ്ഞ മറിയമയാണോ ചൊല്ലിയത്, സ്വർഗ്ഗസ്ഥനായ പിതാവെയാണോ ചൊല്ലിയതെന്ന് പോലും സംശയം നമുക്കുണ്ടാവും. ഒരു ബോധ്യമില്ലാതെയാണ് ചൊല്ലുന്നത്. അപ്പോൾ ചൊല്ലുമ്പോൾ ഇതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്, ഈ സ്വർഗ്ഗസ്ഥനായ പിതാവ് നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ വർക്കൗട്ട് ചെയ്യണം, ആ ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുമ്പോൾ തന്നെ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പിതാവിനെ അനുഭവിച്ചാണ് പറയേണ്ടത്. അച്ഛാ, അപ്പാ, എന്നെ സൃഷ്ടിച്ച ദൈവമേ, എന്നെ അറിയുന്നവനെ, എന്നോട് കരുതലുള്ളവനെ, നീ ഇല്ലാതെ എനിക്ക് ആരുമില്ല, എല്ലാം അറിയുന്നവനാണ് നീ, എൻ്റെ അപ്പാ, എന്നെ ഏറ്റവും സ്നേഹിക്കുന്നവനല്ലേ നീ. ഇത് കുരിശും കണ്ടുകൊണ്ടാണ് പറയേണ്ടത്. മനസ്സിൽ കാണണം, എനിക്ക് വേണ്ടിയിട്ട് മരിച്ചതില്ല, എന്നോ എന്തോരം നീ സ്നേഹിക്കുന്ന ഞാൻ ഇത്രയും പാപിയായിരുന്നു, അത് ചോദിക്കണം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അപ്പാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആ ഒരു ബോധ്യം മനസ്സിലുണ്ടാകണം. അങ്ങയുടെ നാമം പൂജിതമാകണമേ, ഹോളി ബി യുവർ നെയിം, ഹോളി ബി യുവർ നെയിം. ദൈവം ഓൾറെഡി പരിശുദ്ധനാണ്. അപ്പോൾ പറയേണ്ടത് അതിൻ്റെ എന്നെ വിശുദ്ധീകരിക്കണം, നീ പരിശുദ്ധനാണ്, ഞാൻ നിന്നെ പറയാനുള്ള യോഗ്യത, നിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത എനിക്ക് വേണേ എന്ന് പറയുമ്പോൾ അത് ഞമ്മ അനുതാപത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഞാൻ അനുദപിക്കണം ആ സമയത്ത് മനസ്സിൽ. അപ്പാ പിതാവേ, അതിൻ്റെ കൂടെ ഞാൻ പാപിയാണ്, ഞാൻ ഇന്നലെ അസൂയപ്പെട്ട് കുറേ നുണ പറഞ്ഞു പോയി, അഹങ്കാരം സ്വാർത്ഥത എനിക്കുണ്ടായി, കുറ്റപ്പെടുത്തി വിധിക്കുക ചെയ്തത് ഞാൻ പലവരെയും. ഞാൻ വിശുദ്ധിയിലില്ല, എൻ്റെ പാവങ്ങൾ കഴുകണേ, എന്നെ വിശുദ്ധിപ്പെടുത്തണേ. പ്ലീസ് ദി ലോർഡ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. നിൻ്റെ രാജ്യം വരണമേ. പ്ലീസ് ദി ലോർഡ്. നിൻ്റെ രാജ്യം വരണമേ, അതിലാണ് ഇരിക്കുന്നത്. നിൻ്റെ രാജ്യം, ഞാൻ പുറത്താണ്, നിൻ്റെ രാജ്യത്തിൻ്റെ അകത്ത് ഇല്ല. എൻ്റെ ജീവിതത്തിൽ നിൻ്റെ രാജ്യം വരണേ. പ്രൈസ് ദി ലോർഡ്. ഈ രാജ്യം, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ രാജാവ് ദൈവമാണ്, അവരെ ഭരിക്കുന്നത് ദൈവമാണ്, നിൻ്റെ ജീവിതം നയിക്കുന്നത് ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ദൈവരാജ്യത്തിൻ്റെ അകത്ത് ദൈവം നമ്മളെ ഭരിക്കണമെങ്കിൽ നമ്മളെ ഭരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഉണ്ടാകണം, ദൈവം ഭരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഉണ്ടാകണം. അതെങ്ങനെയാണ്? അതാണ് ഈശോ യോഹന്നാൻ 14:16 പറഞ്ഞത്, ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ അയക്കും, അവൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, എപ്പോഴും ഉണ്ടാകും, നിങ്ങളോട് ഉണ്ടാകും, നിങ്ങളുടെ അകത്തുണ്ടാകും. നേരത്തെ പരിശുദ്ധാത്മാവ്, പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് എല്ലാവർക്കും നൽകപ്പെട്ടിട്ടില്ല. പെന്തക്കോസ്റ്റിൽ പരിശുദ്ധാത്മാവ് എല്ലാവർക്കും നൽകപ്പെട്ടു, വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും, ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും നൽകപ്പെട്ടു. അന്ന് ദൈവത്തിൻ്റെ ജോലി ചെയ്യാൻ കുറച്ച് പേർക്ക്, സാംസൺ, ദാവീദ്, സോളമൻ, കുറച്ച് പേർക്ക് ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ ദൈവം തന്നിട്ട് അത് തിരിച്ചെടുക്കുക ചെയ്തത്. അത് അന്ന് പരിശുദ്ധാത്മാവ് ഉള്ളിലായിരുന്നില്ല, കൂടെ ഉണ്ടായിരുന്നു, മുകളിലായിരുന്നു. ഉൽപ്പത്തിയിലും പരിശുദ്ധാത്മാവിനെ കുറിച്ച് കണ്ടു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വെള്ളത്തിൻ്റെ മുകളിൽ ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അന്നൊക്കെ പരിശുദ്ധാത്മാവ് ഉള്ളിലായിരുന്നില്ല. ഇപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഈശോ തന്നെയാണ്, ഈശോയുടെ ആത്മാവ് തന്നെയാണ്. അപ്പോൾ ഈശോയുടെ വാഗ്ദാനമാണ്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നിങ്ങളിലായിരിക്കും. അപ്പോൾ ദൈവം വസിക്കുന്നത് നമ്മളെ ദൈവത്തിൻ്റെ ആലയമാക്കിക്കൊണ്ട് നമ്മളെ ഹൃദയത്തിലാണ് വസിച്ച് ദൈവം ഭരിക്കുന്നത് നമ്മളെ. അതാണ് ദൈവരാജ്യത്തിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ദൈവത്തിനെ നമ്മളെ ഹൃദയത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് ദൈവഭരണത്തിൻ്റെ അകത്ത് നമ്മളാകുക. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ ഭരിക്കുന്നത്, നിങ്ങളെല്ലാവരും ദൈവരാജ്യത്തിലാണെങ്കിൽ നമ്മളത് അകത്ത് പരിശുദ്ധാത്മാവ് ദൈവം നൽകിയിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കുന്നത്. റോമ 8:14 പറയുന്നത്, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു ബോധ്യമാണ്, എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്, ഈ പരിശുദ്ധാത്മാവ് എന്നെ ഭരിച്ചോളും, എനിക്ക് ആവശ്യമുള്ളതെല്ലാം ആ കരുതലുള്ള പരിശുദ്ധാത്മാവ് ചെയ്തോളും. എൻ്റെ കടം നീക്കുന്നത് ആരാ? പരിശുദ്ധാത്മാവ് നീക്കും. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവാണ് ചെയ്തു തരേണ്ടത്. ഭർത്താവിൻ്റെ മദ്യപാനം പരിശുദ്ധാത്മാവാണ്, രോഗങ്ങൾ മാറ്റുന്നത് പരിശുദ്ധാത്മാവാണ്.
അത് ദൈവരാജ്യത്തിൻ്റെ അകത്തായിരിക്കണം. നിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. ആ പരിശുദ്ധാത്മാവാണ് നിനക്ക് ചെയ്തു തന്നെ. നിൻ്റെ എല്ലാ പ്രശ്നത്തിൻ്റെ ഉത്തരം തരുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ദൈവരാജ്യം. ഇങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അപ്പം നിൻ്റെ രാജ്യം വരണേന്ന് പറഞ്ഞാൽ നീ എന്നിൽ വന്ന് വസിച്ച് ഞാൻ രാജ്യത്തിൻ്റെ അകത്ത്, ഇത് നിൻ്റെ രാജ്യമാണ്. എന്നെ നയിക്കുന്നത്, എന്നെ ഭരിക്കുന്നത് നീ ആയിരിക്കണം നിൻ്റെ രാജ്യത്തിൻ്റെ അകത്ത്. എന്ന് വെച്ചാൽ ഞാൻ നിൻ്റെ ഭരണത്തിൻ്റെ അകത്താണ്. പ്രൈസ് ദി ലോർഡ്. മൊത്തത്തിൽ ഞാൻ നിൻ്റെ അകത്താണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ ദൈവം നമ്മളെ ഭരിക്കണം. ദൈവം ഭരിക്കണമെങ്കിൽ ദൈവം നമ്മളകത്തായിരിക്കും. ദൈവം നമ്മളകത്തുണ്ട്. പക്ഷേ ഈ പരിശുദ്ധാത്മാവ് നമ്മളകത്തുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും ഉത്തരം കിട്ടാത്തത് എന്താ? അത് എഫേസ്യർ 4:30 പരിശുദ്ധാത്മാവ് തന്നെ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്. നമ്മളകത്ത് പരിശുദ്ധാത്മാവിനെ ദൈവം തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ശക്തിപ്പെടുത്തി വെക്കണം. നമ്മൾ ഇതിനെ എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കൊടുക്കാതെ അതിനെ നിർവീര്യമാക്കുക, ബലഹീനതയിലേക്ക് കൊണ്ടുപോകും. അതിന് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. പരിശുദ്ധാത്മാവിനെ നമ്മൾ ചോദിക്കുമ്പോൾ ആഗ്രഹമുണ്ട് നിങ്ങളെ സഹായിക്കണമെന്ന്, പക്ഷെ കൈ പൊക്കാൻ സാധിക്കുന്നില്ല. നിർവീര്യമാക്കരുത്. അത് പാപം കൊണ്ടാണ്. എങ്ങനെയാണ് നിർവീര്യമാക്കുന്നത് എങ്ങനെയാണ്? അത് പാപമാണ്. പാപം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് യാക്കോബ് 1:15 ദുരാശ വഴിയാണ്. ദുരാശ വഴി നമ്മുടെ ജീവിതത്തിലേക്ക് ഈ പാപം വരും. അപ്പോൾ ഈ ദുരാശ, ഞാൻ ഇത് ഒരേ പോയിൻ്റ് ബൈ പോയിൻ്റായി പറയുന്നത്. നിൻ്റെ രാജ്യം വരണേന്ന് പറയുമ്പോഴത്തേക്കും രാജ്യം നമ്മളുടെ അകത്തുണ്ട്. ദൈവരാജ്യം ഇവിടെ തന്നെയാണെന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. നമ്മളകത്തുണ്ട്. നമുക്ക് പരിശുദ്ധാത്മാവ് അകത്തുണ്ട്. പരിശുദ്ധാത്മാവാണ് നമ്മളെ ഭരിക്കുന്നത്. നമ്മളെ എല്ലാ കാര്യങ്ങളും സഹായകനാണ്. എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് നമുക്ക് ചെയ്തു തരും. പക്ഷേ പരിശുദ്ധാത്മാവിനെ കൊണ്ട് സാധിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ നിർവീര്യമാക്കി വെച്ചിരിക്കുക. അതിനെ ശക്തിപ്പെടുത്തിയിട്ടില്ല. അത് ലൂക്കാ 4:1 നോക്കുമ്പോൾ ഈശോ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് മരുഭൂമിയിലേക്ക് പോയി. മരുഭൂമിയിൽ 40 ദിവസം ഉപവസിച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോൾ 4:14 നോക്കുമ്പോൾ, ലൂക്കാ 4:14 ഈശോ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് തിരിച്ചു വന്നത്. ആദ്യമുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, ഇത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ നിർവീര്യമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് ശക്തിപ്പെടുത്താൻ സാധിക്കും. ഇത് നിർവീര്യമാകാൻ കാര്യം നമുക്ക് ദുരാശയാണ്, ഈ ലോകത്തിൻ്റെ ആഗ്രഹമാണ്. ദൈവത്തിന് ഒരു ആഗ്രഹമുണ്ട് നമ്മളോട്. അതിനെതിരെയുള്ളത്, ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, ആഗ്രഹമുണ്ട്. അതിനെതിരെയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം ദുരാശയാണ്. പ്രൈസ് ദി ലോർഡ്. അതെങ്ങനെ? അതിന് വേണ്ടിയിട്ടാണ് ദൈവം അടുത്ത ലൈൻ, നിൻ്റെ രാജ്യം വരണേ, നിൻ്റെ തിരുമനസ്സ് സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ദുരാശയില്ലല്ലോ. നിൻ്റെ തിരുമനസ്സ് സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണം. എന്ന് വെച്ചാൽ ഭൂമി എന്ന് പറയണത് ഞാനാണ്, സ്വർഗം നീയാണ്. അപ്പം നിൻ്റെ മനസ്സ് പോലെ ഞാൻ ആഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ തിരുമനസ്സ് സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. അതാ പ്രാർത്ഥിക്കേണ്ടത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ ദൈവരാജ്യത്തിൻ്റെ അകത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ ദൈവരാജ്യത്തിരുന്ന് പുറത്ത് പോയി പോകും. ദൈവരാജ്യത്തിരുന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ദൈവത്തിനെ ആക്ട് ചെയ്യാൻ പറ്റില്ല, പ്രവർത്തിക്കാൻ സാധിക്കില്ല, നിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ സാധിക്കില്ല. പരിശുദ്ധാത്മ നിർവീര്യമാണ്. പരിശുദ്ധാത്മ വർക്ക് ചെയ്യണ്ടേ, ശക്തിപ്പെടുത്തിയെടുക്കണം. അപ്പോൾ അത് ശക്തിപ്പെടാതിരിക്കുന്നതിൻ്റെ കാരണം നമ്മൾ ദുരാശയാണ്. നമ്മൾ എപ്പോഴും ദൈവത്തിനെതിരെ ആഗ്രഹിക്കണം. ഈശോ എപ്പോഴും പ്രാർത്ഥിച്ചതാണ്. ലൂക്കാ 22:42 ദൈവമേ, ഇത് എൻ്റെ ഇഷ്ടമാണ്. ഇപ്പോൾ പാനപാത്രം എടുത്ത് മാറ്റുന്നത് എൻ്റെ ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ ഇഷ്ടമില്ല നിറവേറേണ്ടത്, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുമ്പോൾ 22:43 അവിടെ മാലാഖ വന്ന് ഈശോനെ ശക്തിപ്പെടുത്തി, പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എപ്പോഴും നമ്മളിരിക്കുന്ന പരിശുദ്ധാത്മാവ് ശക്തിപ്പെടാൻ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, ദൈവമേ എൻ്റെ ഇഷ്ടം എല്ലാം ഞാൻ മാറ്റിവെക്കുക. ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും നമ്മളെ, അത് ഒരിക്കലും നടക്കരുത്. നിനക്ക് ആഗ്രഹമില്ലാതെ അത് നടക്കരുത് ഈശോ. അതാണ് പ്രാർത്ഥന. എൻ്റെ മക്കൾ കനഡയിൽ പോകണം, അവിടെ ജോലി കിട്ടണം, ഈ വീട് വെക്കണം, നിനക്കെന്ത് ഇഷ്ടമാണോ, എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറണം, അതെല്ലാം നിൻ്റെ ഇഷ്ടം. എപ്പോഴാണ് നിൻ്റെ ഇഷ്ടം അത് നിറവേറിയാൽ മതി. ഈ സ്ഥലത്ത് നിന്ന് മാറണം, ഈ ജോലി മാറണം, എനിക്ക് ജോലി കിട്ടണം, ഇവിടെ ജോലി കിട്ടണം, അത് നിൻ്റെ ഇഷ്ടം ഇല്ലാതെ എനിക്ക് ഒരിക്കലും കിട്ടരുതേ. ഇച്ചിരി പോലും നമ്മൾ ആഗ്രഹം വെച്ച് കഴിഞ്ഞാൽ അത് ദുരാശയായിട്ട് മാറും. നമ്മൾ ദൈവരാജ്യത്തിൽ നിന്ന് പുറത്താകും. പരിശുദ്ധാത്മാവ് ശക്തിപ്പെടില്ല, ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അത് നിൻ്റെ ഇഷ്ടം. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്താൻ അടുത്തത് ദൈവം പറയുകയാണ്, അന്നന്ന് വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരയണമേ. ഇതൊക്കെ ദൈവം ഇതിൽ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. നിൻ്റെ രാജ്യം വരാൻ, രാജ്യത്തിലിരുന്നാൽ തുടങ്ങുന്ന നിൻ്റെ രാജ്യം വരാൻ, രാജ്യത്തിൻ്റെ പുറത്താകാനുള്ള കാരണം എന്താ? കാരണം ദുരാശയാണ്. നമ്മൾ ആഗ്രഹത്തെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവം പറയണത്, നിൻ്റെ തിരുമനസ്സ് സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണം. എന്ന് വെച്ചാൽ എൻ്റെ ഇഷ്ടമില്ല, നിൻ്റെ ഇഷ്ടം നടന്നാൽ മതി. അപ്പോൾ ഓക്കെ, നമ്മൾ തിരിച്ച് ദൈവരാജ്യത്തിലേക്ക് വന്നു. അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരയണേ. പ്രൈസ് ദി ലോർഡ്. അന്നന്ന് വേണ്ട ആഹാരം എന്താണ്? ആത്മാവിൻ്റെ ആഹാരം എന്താണ്?
അത് കൃപയാണ്. പ്രൈസ് ദി ലോർഡ്. കൃപയുണ്ടെങ്കിൽ നമ്മൾ പാപം ചെയ്യില്ല. കൃപയുണ്ടെങ്കിൽ നമ്മൾ ബൈബിൾ വായിക്കുന്ന കൊണ്ട് നമുക്ക് കൃപ കിട്ടാറില്ല. കൃപ ഉണ്ടെങ്കിലേ നമുക്ക് ബൈബിൾ വായിക്കാൻ സാധിക്കുള്ളൂ. ദിവസം കുർബാനയ്ക്ക് ഇത് പോയത് കൊണ്ട് കൃപ കിട്ടില്ല. കൃപ ഉള്ളത് കൊണ്ട് ആ ദിവസം നിങ്ങൾക്ക് കുർബാനയ്ക്ക് നേരത്തെ പോകാൻ സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കുർബാനയെ അനുഭവിക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ്. ഹല്ലേലൂയ. നുണ പറയാതിരിക്കുന്ന കൊണ്ട് കൃപ കിട്ടില്ല. കൃപ ഉള്ളത് കൊണ്ടാണ് നീ നുണ പറയാതിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ക്ഷമിച്ചത് കൊണ്ട് നിനക്ക് കൃപ കിട്ടില്ല. കൃപ ഉള്ളതുകൊണ്ടാണ് നിനക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നത്. അത് ഫ്രീ ഗിഫ്റ്റാണ് ദൈവത്തിൻ്റെ. നീ ആഗ്രഹം മാത്രം മതി. അപ്പോൾ അന്നന്ന് ആഹാരം എങ്ങനെയാണ് കൃപ നമുക്ക് ആക്കിയെടുക്കുക, കൃപ കിട്ടുക. അന്നന്ന് ആഹാരം പ്രിപ്പയർ ചെയ്യണ്ടേ, പാചകം വെച്ച് ആത്മാവിന് കൊടുക്കണ്ടേ. അത് നമ്മുടെ ഡ്യൂട്ടി. ആത്മാവ് ഒരു ഗസ്റ്റ് നിങ്ങളുടെ വീട്ടിൽ വന്നാൽ അതിന് ആഹാരം കൊടുക്കണമല്ലോ. അതൊക്കെ ഒരു റൂം കൊടുത്ത്, നിങ്ങൾ റൂം കൊടുത്തിട്ടുണ്ട്, ഒരു മുറി കൊടുത്ത്, പക്ഷേ പട്ടിണിക്കിടുക, ഭക്ഷണം കൊടുക്കണ്ടേ. അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണേന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ആഹാരമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആത്മാവിൻ്റെ ആഹാരം കൃപ കൊടുക്കണം, പ്രാർത്ഥന കൊടുക്കണം. അതെങ്ങനെയാണ് കൊടുക്കുക? പ്രൈസ് ദി ലോർഡ്. അതെങ്ങനെയാണ് കൊടുക്കുക? അത് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ സഹനം വഴിയില്ലാതെ നമുക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല. അപ്പോസ്തല പ്രവർത്തനം 14:22 എന്ന് വെച്ചാൽ നമുക്ക് വരുന്ന സഹനങ്ങളെല്ലാം നമുക്കൊരു ബോധ്യം ഉണ്ടാകും, അത് അന്നുള്ള ആഹാരമാണ്. ഇത് ആഹാരമായിട്ട് മാറ്റണം. ആഹാരമായിട്ട് മാറ്റി എന്ന് വെച്ചാൽ അരിയും ഈ പച്ചക്കറിയൊക്കെ ദൈവം അയച്ചിട്ടുണ്ട്. അത് പാചകം വെച്ച് ആഹാരമായിട്ട് മാറ്റി ആർക്ക് കൊടുക്കണം? പരിശുദ്ധാത്മാവിന് നൽകണം. അതെങ്ങനെയാണ് ചെയ്യണം? അത് ആഹാരമായിട്ട് ദൈവം അന്നന്ന് നമുക്ക് അനുവദിച്ച് തന്നെ സഹനങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിനെ എടുത്ത് കളയരുത്. ചിലപ്പോൾ ഭർത്താവിൻ്റെ വാക്കായിരിക്കാം, നമുക്ക് ഭാര്യ പറയുന്ന ചില വിഷയങ്ങളായിരിക്കാം നമുക്ക് പിടിക്കാത്ത, നമുക്ക് ഇഷ്ടപ്പെടാത്ത വാക്കുകളായിരിക്കാം, അപമാനങ്ങളായിരിക്കാം, വേദനകളായിരിക്കാം, ചെറിയ അസുഖം, രോഗങ്ങൾ, വേദനകളായിരിക്കാം. ഇതെല്ലാം അന്നന്ന് വേണ്ട ആഹാരം നീ തന്നതിന് നന്ദി പറയണം. അത് ഈശോയുടെ നാമത്തിൽ, ഈശോയെ നിൻ്റെ കുരിശിൽ അത് ഞാൻ കൂടി അതിന് ഷെയർ ഹോൾഡർ ആകുകയാണെന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുക്കുക. അപ്പോൾ അത് കൃപയായിട്ട് മാറും. സഹിക്കാനുള്ള കൃപ ദൈവം തരും. അത് അന്നന്ന് വേണ്ട ആഹാരമായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് എപ്പോഴും ശ്രദ്ധിക്കണം. ഈ കൃപ നിറയുമ്പോൾ ആത്മാവ് ശക്തിപ്പെടും. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് നോക്ക്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, പ്രാർത്ഥിക്കേണ്ട വിഷയമൊക്കെ ആത്മാവ് പ്രാർത്ഥിച്ചോളും. നിങ്ങൾക്കുള്ള ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ലൈനായിട്ട് ഓട്ടോമാറ്റിക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് പോലും അറിയില്ല അത് എങ്ങനെയാണ് ഈ പ്രശ്നം തീർന്നതെന്ന്. അതെല്ലാം തീരും. ആത്മാവിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ആഗ്രഹിക്കണമെങ്കിൽ അപ്പുറം നമ്മുടെ ജീവിതം പോകും. നിൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് വെച്ചാൽ സൂപ്പറാണെന്ന് നിങ്ങൾ പറയും. ഭയങ്കര സന്തോഷമാണ്. എനിക്കിതാണ് ജീവിതം, ഞാൻ ആഗ്രഹിച്ചത്, ഈശോ ആഗ്രഹിച്ച ജീവിതം അതാണ്. അപ്പോൾ അങ്ങനെയാണ് കൊണ്ടുപോയത്. അപ്പോൾ ഇത് നമുക്ക് ഹല്ലേലൂയ. അപ്പോൾ ഇതിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ വരുന്ന സഹനത്തെ നമ്മൾ ഏറ്റെടുക്കണമെങ്കിൽ, നമ്മുടെ സഹനത്തെ നമ്മൾ ഏറ്റെടുക്കണമെങ്കിൽ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പറയണത് ആശ്രയമാണ്. ദൈവമായിട്ട് ആശ്രയിച്ച് നിൽക്കുന്ന ഡിപ്പെൻഡൻസ് ആണത്. എപ്പോഴും ആശ്രയിച്ച് നിൽക്കണം. നീ തരുന്നതെല്ലാം നീ അറിഞ്ഞിട്ട് എനിക്ക് തരികയാണ്. എന്ത് വന്നാലും ദൈവമേ ഇന്ന് അങ്ങോട്ട് നോക്കിയാൽ മതി, മുകളിലേക്ക് നോക്കിയാൽ മതി. സെൻറ്റ് സ്റ്റീഫനെ കല്ലെടുത്ത് എറിയുമ്പോഴത്തേക്കും എവിടെയും കല്ലിലേക്ക് നോക്കിയില്ല, എരിയുന്നവരെ സ്റ്റീഫൻ നോക്കിയില്ല. സ്വർഗം തുറന്നിട്ടുണ്ടെന്ന് മാത്രമേ നോക്കിയത്. ദൈവം കാണണ്ട. എല്ലാ സഹനത്തിലും ദൈവമേ നീ അനുവദിച്ചെന്നാണോ? അപ്പോൾ ദൈവം അവിടെ നിന്ന് പറയും, അതാണ് കൃപ വളരണ്ടേ, കൃപ വളരട്ടെ, എൻ്റെ കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവിനെ ഞാൻ തന്നിട്ടുണ്ടല്ലോ, അങ്ങനെ നോക്കിക്കോളും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് എപ്പോഴും ദൈവരാജ്യത്തിലേക്ക് അകത്തിരിക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ആദ്യം ഞാൻ പറഞ്ഞത് അനുതാപം, പിന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം, പിന്നെ അന്നന്ന് വേണ്ട ആഹാരം എന്ന് പറഞ്ഞാൽ സഹനം. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറെ, ദുരാശ പാടില്ല. എല്ലാം ദൈവം നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞാൽ എന്ത് നടന്നാലും നന്ദി പറയണം. അന്നന്ന് വേണ്ട ആഹാരം, ദൈവം തന്ന സഹനത്തെ നന്ദിയോടെ ഏറ്റു പറയണം. നന്ദിയോടെ ഏറ്റു പറയുമ്പോൾ അത് കൃപയായിട്ട് മാറും. അതിന് ദൈവമായിട്ട് ആശ്രയമാണ്, ഡിപ്പെൻഡ്. ഇതാ നിൻ്റെ ദാസി, നീ പറഞ്ഞത് നിറവേറട്ടെ, നീ തന്നത് നിറവേറട്ടെ. അമ്മ മാതാവ് പറഞ്ഞതാ, നിൻ്റെ വചനം അതേപോലെ എന്നിൽ നിറവേറട്ടെ. അത് ഡിപ്പെൻഡൻസി. അന്നന്ന് വേണ്ട ആഹാരം ഏറ്റെടുക്കുക. ഒരു ചെറിയ കൊച്ചന്ന് ഗർഭമായി കഴിഞ്ഞാൽ കല്ലുകൊണ്ട് എരിഞ്ഞു കൊല്ലും, അത്രയും റിസ്ക് ഉണ്ട്. പക്ഷേ ഏറ്റെടുക്കുക. നീ പറഞ്ഞ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ഡിപ്പെൻഡൻസിയാണ് എന്ന് വെച്ചാൽ ദൈവമായിട്ടുള്ള ആശ്രയമാണ്. ആശ്രയിച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് കൃപയിൽ നിറയുന്ന, കൃപ നിറഞ്ഞവളെന്ന് അമ്മയെ പറയുന്നത് അതുകൊണ്ടാണ്. ആശ്രയമാണ്. നീ പറഞ്ഞത് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ അതുപോലെ തന്നെ ഈശോയെ നീ അയച്ചത് എന്നിൽ നിറവേറട്ടെ. യോഹന്നാൻ 17:7. നീ അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും, അവിടെ നിന്ന് എല്ലാം അറിഞ്ഞിരിക്കുന്നു, എന്നിലും ഒന്നും സംഭവിക്കില്ല. എന്ത് വന്നാലും ഒരാൾ ഒരു ചെറിയ വാക്ക് പോലും പറഞ്ഞാൽ, നമ്മളെ വിഷമിപ്പിക്കുന്ന വാക്ക് പറഞ്ഞാൽ അവിടെ നിന്ന് അയച്ചിരിക്കുക. അതെന്നെ കൃപയിൽ നിറയ്ക്കാനാണ്. ഞാൻ അവിടെ ക്ഷമിക്കണം, നന്ദി പറയണം.
ഈശോ അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നുള്ളൊരു ബോധ്യത്തിൽ നന്ദി പറഞ്ഞ് അത് ഏറ്റെടുക്കുമ്പോഴത്തേക്കും അത് കൃപയായിട്ട് മാറും. ആ കൃപ പരിശുദ്ധാത്മാവിൻ്റെ ഭോജനമാണ്, അന്നു വേണ്ട ആഹാരമാണ്, ശക്തിപ്പെടും. പ്രൈസ് ദി ലോർഡ്. പിന്നെ ആറാമത്തത്, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ അഞ്ചാമത്തത് പറഞ്ഞത് അന്നു വേണ്ട ആഹാരമാണ്. അന്നു വേണ്ട ആഹാരം ഡിപ്പെൻഡൻസിയാണ്, ദൈവമായിട്ട് ആശ്രയിച്ച് നിൽക്കുന്ന ഡിപ്പെൻഡൻസി. ഒരാളെ ആശ്രയിച്ച് നിൽക്കണമെങ്കിൽ അടുത്തത് എന്ത് വേണം? മക്കളെ നമ്മളെ ആശ്രയിച്ച് നിൽക്കണമെങ്കിൽ മക്കളിൽ എന്തുണ്ടാകണം? നമ്മളോട് സ്നേഹം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഭർത്താവിനെ ആശ്രയിച്ചിരിക്കുകയാണെങ്കിൽ അത് സ്നേഹം കൊണ്ട് ആശ്രയിച്ചിരിക്കുന്ന. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിലും ആശ്രയിച്ച് നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം, ഞാൻ പറഞ്ഞ് ദൈവത്തെ നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കണം, സ്നേഹം ഉണ്ടാകണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ എങ്ങനെയാണ് ഈശോനെ സ്നേഹിക്കണം? എന്നെ സ്നേഹിക്കണവർ എൻ്റെ വചനം പാലിക്കും. യോഹന്നാൻ 13:34 ഈശോ എൻ്റെ കൽപ്പന പാലിക്കും, എല്ലാ കൽപ്പനയും ഒരു കൽപ്പനയാക്കി നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുക. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരെ സ്നേഹിക്കുക. അപ്പം എന്നോട് തെറ്റുന്നവരോട് ഞാൻ ക്ഷമിക്കുന്നവരെ എൻ്റെ തെറ്റുകൾ ക്ഷമിക്കാമെന്ന് പറഞ്ഞാൽ, ദൈവം നമ്മളോട് ക്ഷമിച്ചത്, നമ്മളെ തെറ്റുകൾ ക്ഷമിച്ച് കുരിശിൽ മരിച്ചത് നമ്മളോടുള്ള സ്നേഹത്താണ്. അപ്പോൾ നമ്മൾ എത്ര രൂപ കടമായിരുന്നു? നമ്മുടെ കയ്യിലൊരു 50,000 രൂപ കടം. ആ 50,000 കടം തീർത്ത് ഈശോ. അപ്പം നിന്നെ അപമാനപ്പെടുത്തുന്നതും നിൻ്റെ ഭാര്യ പറഞ്ഞതും ഭർത്താവ് പറഞ്ഞതും നിനക്കെതിരെ സംസാരിച്ചതും നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യമെല്ലാം ചെയ്താൽ അതിൻ്റെ വില വരും 5 രൂപയേ ഉള്ളൂ. 5 രൂപ കടക്കാരേ ഉള്ളൂ അവർ. ഈശോ നമുക്ക് വേണ്ടി 50,000 രൂപ കടം മാപ്പാക്കി വിട്ട് തന്നെ കുരിശിൽ മരിച്ച് നിൻ്റെ എല്ലാ പാപങ്ങളും എല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് 50,000-ൻ്റെ കൂടെ ഒരു 50,000 കൂടി സ്നേഹമായിട്ട് തന്നു. അത് പോക്കറ്റിലിരിക്കുക. ആ സ്നേഹത്തിലിരുന്ന് എടുത്തിട്ട് ഈ 5 രൂപയുടെ ക്ഷമിച്ചുകളാൽ നീയായിട്ട് അധ്വാനിക്കേണ്ട ക്ഷമിക്കാൻ. ദൈവം തന്നെ ക്ഷമയിലിരുന്ന് എടുത്തിട്ട് നീ അവരെ ക്ഷമിക്കുക, അമ്മയെ ക്ഷമിക്കുക, അച്ഛനെ ക്ഷമിക്കുക. അവരെന്തൊക്കെ ചെയ്തോട്ടെ, നീ അറിഞ്ഞതും അറിയാത്തതും നീ ചെയ്ത എല്ലാ പാപത്തിനെയും, ഭാവിയായിരിക്കുമ്പോൾ തന്നെ നിനക്ക് വേണ്ടി പരിഹാരം ചെയ്തവനല്ലേ, അത് അത്രയും നിനക്ക് സമ്പാദിച്ചു തന്നല്ലേ, നിനക്ക് ക്ഷമ സമ്പാദിച്ചു തന്നല്ലേ, പാവത്തിൻ്റെ അടിമത്വത്തിലിരുന്ന് നിന്നെ വിടുതലാക്കിയില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു വിലയുണ്ട്, ദൈവം കൊടുത്ത വിലയുണ്ട്. അതിന് 50,000 1 ലക്ഷം ഒന്നുമില്ല. പക്ഷെ നീ നിന്നോട് കടപ്പെട്ടിരിക്കുന്നവർ 5 രൂപ 10 രൂപ അവരെ ക്ഷമിക്കുന്നില്ല. ഇതിലിരുന്ന് എടുത്ത് ദൈവം തന്നതിലിരുന്ന് എടുത്ത് ക്ഷമിക്കുക. അപ്പം നീ സ്നേഹിക്കുക. ആരോടാണ് സ്നേഹിക്കേണ്ടത്? ക്ഷമിക്കുന്നത് അവരെ സ്നേഹിച്ചിട്ടില്ല, ഈശോയുടെ പുറത്തുള്ള സ്നേഹത്തിൻ്റെ പ്രതിയാണ് അവരെ ക്ഷമിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് ദൈവസ്നേഹം കൂടുക. എന്നെ ദൈവം സ്നേഹിച്ചിട്ടുണ്ടല്ലോ, ഇത്രയും പാപിയാണ്, എന്നോട് തെറ്റ് ചെയ്തവർ ഒക്കെ ചെറുതാണ് അവർ ചെയ്തതൊക്കെ. നമ്മളെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. ആ ഒരു സാഹചര്യം നമുക്ക് കിട്ടി, അതിനേക്കാളും കൂടുതൽ നമ്മൾ തെറ്റ് ചെയ്യും. അവരുടെ സാഹചര്യത്തിൽ നമ്മളെ തന്നെ നിർത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ അതിനേക്കാളും നമ്മൾ എന്ത് ന്യായീകരിച്ചാലും നമുക്കൊരു അവസരം കിട്ടി അതിനേക്കാളും വലിയ പാവം ചെയ്യും. പാപിനിയായ സ്ത്രീയെ ഈശോ പിടിച്ചപ്പോഴത്തേക്കും നിങ്ങളൊരുവൻ പാവം ചെയ്യാത്തവനുണ്ടെങ്കിൽ കല്ലെറിയുക എന്ന് പറഞ്ഞ് അവിടെ ഒരാളും കണ്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ പിടിക്കപ്പെട്ടത് ഇവിടെ മാത്രമാണ്, പിടിക്കപ്പെടാത്തവർ ഇവിടെ നമ്മളെല്ലാവരും ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ പാവം നമ്മൾ ചെയ്യുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ക്ഷമിക്കുക. ക്ഷമിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും. ദൈവസ്നേഹം അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുക, ക്ഷമിക്കുക, അവർ തരുന്ന വേദന ഏറ്റെടുക്കുക. അതാണ് സ്നേഹം. നമ്മ തന്ന വേദനയാണ് ഈ ചോരയും ഈ പരിക്കും, ദൈവം അനുഭവിച്ച കുരിശിൽ അനുഭവിച്ച പരിക്കും ദൈവം ഏറ്റെടുത്തില്ലേ നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. അപ്പോൾ ഇത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. അടുത്തത് 7-ാമത്തത്. പ്രൈസ് ദി ലോർഡ്. പ്രലോഭനം എന്താണ്? പ്രലോഭനം വരുന്നത് ഈ സ്നേഹമില്ലാതെ ഈ വെറുപ്പ് നമ്മൾ സൂക്ഷിക്കുമ്പോൾ, വിദ്വേഷം സൂക്ഷിക്കുമ്പോൾ അത് പ്രലോഭനമായിട്ട് മാറും. കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ പാല് കുറച്ച് നേരം ചെറിയൊരു പുളി ഇട്ട് കഴിഞ്ഞാൽ അത് നല്ല തൈരായിട്ട് വരും, കുറേ കഴിഞ്ഞാൽ പൊളിക്കും. അപ്പോൾ ഇതിങ്ങനെ വളർന്ന് പ്രലോഭനം എന്ന് പറഞ്ഞാൽ എന്താ? പ്രലോഭന ഒരു വാതിലാണ്, നമ്മളെ മനസ്സിൻ്റെ വാതിലാണ്, സാത്താൻ്റെ വാതിൽ. സാത്താൻ നമ്മളെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള വാതിൽ ക്ഷമിക്കാത്ത പാപവും മുറിവുകൾ. നമ്മൾ അത്രയും ധ്യാനിക്കാറില്ല. ഭർത്താവോ ഭാര്യയോ എന്തെങ്കിലും പറഞ്ഞില്ല, അയൽക്കാരൻ എന്തെങ്കിലും പറഞ്ഞാൽ, പക്ഷേ എന്നാലും അവൻ ഇങ്ങനെ പറഞ്ഞു പോയില്ല, എന്നെക്കുറിച്ച് എത്ര പേര് കേട്ട്, എന്നോട് എന്തെങ്കിലും ചെയ്യണം, വണ്ടി എൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയാൽ, എന്നാലും അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയാൽ എന്താവും? ഇത് തന്നെ എങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് തന്നെ ഇങ്ങനെ ഓർത്ത് ധ്യാനിക്കുമ്പോൾ ഇതെന്താ? ദൈവവചനം ധ്യാനിച്ച് കഴിഞ്ഞാൽ അത് ദൈവശക്തിയായിട്ട് മാറും, പരിശുദ്ധാത്മാവിൻ്റെ ആഹാരമായിട്ട് മാറും. പക്ഷേ അമ്മ ധ്യാനിക്കുന്നത് മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. ചില പെണ്ണുങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 10, 30, 40 വർഷത്തിന് മുമ്പത്തെ കാര്യം ഭർത്താവ് പറഞ്ഞത് വരെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഭർത്താവ് മരിച്ചതിന് ശേഷം പോലും എന്നാലും അങ്ങേര് എന്നോട് അങ്ങനെ ചെയ്തു. അപ്പോൾ ഇതിങ്ങനെ ഓർത്തിരിക്കുമ്പോൾ അത് വെറുപ്പും ഒരു മുറിവായിട്ട് ഇവിടെ ഹൃദയത്തിൽ കാണും. ആ മുറിവ് എന്താ സംഭവിക്കുക? ഈ മുറിവ് പിശാച് നമ്മളേക്ക് കയറും. പ്രലോഭനം പിശാചാണ് തരുന്നത്.
ആ മുറിവ് ഉണക്കണം. പ്രൈസ് ദി ലോർഡ്. അതിനാണ് ക്ഷമിച്ച് കളയുക. ക്ഷമിക്കുന്നത് എങ്ങനെയാണ്? അതിനേക്കാളും വലിയ ഭാവിയാണ് ഞാൻ. എന്നെ ദൈവം ക്ഷമിച്ചില്ലേ എന്നോട്? അവരൊക്കെ ചെയ്ത ചെറിയ കാര്യമാണ്. ഞാൻ ദൈവത്തിനെതിരെ എന്തോരം പാപം ചെയ്ത്. പ്രൈസ് ദി ലോർഡ്. ഒരു അവസാനം തിന്മയിലിരുന്ന് എന്നെ രക്ഷിക്കണം. ഇതാണ് പ്രലോഭനം ഇല്ലാതിരിക്കുമ്പോൾ, പ്രലോഭനം എനിക്ക് തരാതിരിക്കുക, അനുവദിച്ച് തരാതിരിക്കുക. ദൈവം അനുവദിക്കാതെ പിശാചിന് കയറാൻ പറ്റില്ല. എൻ്റെ ജീവിതത്തിലേക്ക് പ്രലോഭനം വരില്ല, പിശാചിൻ്റെ ജീവിതത്തിലേക്ക് കടക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഞാൻ ഇന്ന് പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു പ്രാർത്ഥന മതി. അതിങ്ങനെ ഓരോ കാര്യം ഇങ്ങനെ ഓർത്തോർത്ത്, അതിൽ അനുതാപമുണ്ട്, ദൈവരാജ്യമുണ്ട്, അതിൽ ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്, അതിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് തന്നെ വസിക്കുക ചെയ്യണം, നമ്മളിൽ ജീവിക്കുക ചെയ്യണം. നമ്മളകത്താണ് ജീവിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിൽ ജീവിച്ച് അവനാ രാജ്യം ചെയ്യണം, അവനാ നയിക്കുന്നത്. നാളെ എന്ത് തീരുമാനം കൊടുക്കണമെന്ന് നീ വിഷമിക്കേണ്ട. നീ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിനെ ആഹാരം കൊടുത്ത് ശക്തിപ്പെടുത്തിയാൽ മതി. അത് ദുരാശയില്ലാതെ എല്ലാം ദൈവ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവ ഇഷ്ടത്തിന് ഇനി സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങൾ ചൊല്ലുമ്പോഴത്തേക്ക് ഇതെല്ലാം ഓർമ്മ വരും. ദൈവ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കും. എൻ്റെ ഇഷ്ടമില്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ ദൈവമേ, നിൻ്റെ ഇഷ്ടം മാത്രം നിറവേറിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഒരു ലിസ്റ്റ് എഴുതുക, ആരൊക്കെ ഞാൻ ക്ഷമിക്കാം. ഞാൻ പാപിയായിരിക്കുമ്പോൾ തന്നെ എന്നെ ക്ഷമിച്ചില്ലേ ദൈവമേ, ഞാൻ നിന്നിൽ ആശ്രയിച്ചിരിക്കുക. ആശ്രയത്തിന് തടസ്സം നിൽക്കുന്നത് എന്നിലുള്ള വെറുപ്പാണ്. അപ്പോൾ അത് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ദൈവസ്നേഹം, അത് ക്ഷമിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. ദൈവത്തിൻ്റെ കുരിശ് ധ്യാനിച്ചാൽ മതി. ഒരേ തുള്ളി രക്തം ചിന്തുന്നത് നിനക്ക് വേണ്ടിയിട്ടാണ്, നിൻ്റെ മുകളിലാണ് ചിന്തുന്നത്. നീയാണ് അത് കുരിശിൽ കയറ്റിയിരിക്കുന്നത്. ഈശ്വരൻ നിന്നെ രക്ഷിക്കാമെന്ന് ഈശ്വരനെ തന്നെ നീ കുരിശിൽ കയറ്റിയിരിക്കുക. അത്രയ്ക്കും പാപിയാണ് ഞാൻ. അപ്പോൾ ഇവരൊക്കെ എന്നോട് ചെയ്തത് ചെറിയ കാര്യമാണ് എന്ന് പറഞ്ഞ് അവരെ ക്ഷമിക്കുക. ഭർത്താവിനെ ക്ഷമിക്കുക, ഭാര്യയെ ക്ഷമിക്കുക. പിന്നെ അതിന് അവസരം കിട്ടാതെ പോകും. ഇപ്പോൾ അവരെല്ലാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ക്ഷമിക്കാൻ നോക്കുക. അവരിന്നില്ലെങ്കിൽ ഈശോയോടൊത്ത് പറയണം, ഈശോയെ ഞാൻ അവരെ ക്ഷമിക്കുകയാണ്, എന്നോട് തെറ്റുപറ്റിപ്പോയി, ഈശോയെ നീ എന്നോട് ക്ഷമിക്കണേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പ്രലോഭനം വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ, മുറിവുകൾ ഉണങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും ഏൽപ്പിച്ച മുറിവ്, ആരെങ്കിലും തന്ന മുറിവുകൾ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നത്. അത് മുറിവ് വലുതായി സാത്താൻ കയറുന്ന വാതിലാകും. അങ്ങനെയാണ് പ്രലോഭനമാണ്. അതിനെ ചീത്ത വാക്കുകൾ പറയണത്, ദേഷ്യപ്പെടുന്നത്, വിധിക്കുന്നത്, കുറ്റം പറയുന്നത്, പ്രാർത്ഥിക്കാൻ പറ്റാത്തതിൻ്റെയൊക്കെ കാരണം അതാണ്. സാത്താൻ അങ്ങോട്ട് കയറിയിട്ട് നിങ്ങളെ പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ല. ഹല്ലേലൂയ. തിന്മയിരുന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന അവസാനം സാത്താനിൽ നിന്ന് പ്രലോഭനം എനിക്ക് അനുവദിച്ച് തരാതിരിക്കണേ ദൈവമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ മാതാവേ, ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. അമ്മ മാതാവേ, ഞങ്ങൾക്ക് സ്വർഗ്ഗസ്ഥനായ പിതാവ് ദൈവം ഈശോ പഠിപ്പിച്ച് പ്രാർത്ഥന ഞങ്ങളെ കൊണ്ട് ധ്യാനിപ്പിച്ചായിരുന്നു. ഞങ്ങളിലുള്ള പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തണമോ. നീ ഉടമ്പടി വഴി ഞങ്ങളെ സ്വന്തമാക്കിയതിന് നന്ദി അമ്മ. ഞങ്ങളെ മനസ്സിൽ സന്തോഷം നിറയ്ക്കണേ, സമാധാനം നിറച്ച്. ഹല്ലേലൂയ.